ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ ചിത്രമായ സ്വർഗത്തിലെ കട്ടുറുമ്പിന്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഒപ്പം ധ്യാനും, ഗായത്രി, അപ്പാണി ശരത്, പിന്നെ ഗൗരി നന്ദ, ഇവരെല്ലാവരുമാണ് നമ്മുടെ കൂടെയുള്ളത്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇന്നെന്താ ധ്യാനെ പൊതുവെ കാണുന്ന വേഷത്തിലേ അല്ലല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടു. എനിക്ക് ധ്യാനെ കണ്ടപ്പോഴേ വന്ന് മാടപ്രാവേ വാന്നുള്ള പാട്ടൊക്കെയാണ് വന്നത്. എന്താ ധ്യാനിങ്ങനെ മനസ്സിലെ ശുദ്ധി ഇങ്ങനെ കൂടി അതാണോ പ്യൂരിറ്റി? എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിന്റെ ഒരു വീക്ക്നെസ്സാ. ഞാൻ ലൊക്കേഷനാ വരുന്നത്. ഓ, അപ്പൊ ആ കോസ്റ്റ്യൂമിലാണ് വന്നോണ്ടിരിക്കുന്നത്. അത് ഏതാ മൂവി? അത് ദിലീപേട്ടൻ്റെ അവിടെ ലിസ്റ്റിന്റെ പടം. ആ, ഓക്കെ. അതാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്ക്. രാഷ്ട്രീയക്കാരനാ. തോന്നി, ഞാൻ അടുത്ത ചോദ്യം വരാൻ പോയിരുന്നു. നീ കൊറേ നേടുന്നുണ്ടല്ലോ. രാഷ്ട്രീയമൊക്കെ ധ്യാൻ എങ്ങനെ ധ്യാൻ അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. രമ്യ ഈ ജോലി ഇത് ചെയ്യുന്നില്ലേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനത് ചോദിക്കരുതായിരുന്നു. അതുപോലെ റഫ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോ സംസാരിച്ചാലും നല്ല സ്വീറ്റ് ആയിട്ടല്ലേ സംസാരിക്കാം. ആ ഒരു ധാർഷ്ട്യഭാവോ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് ധാർഷ്ട്യം ഉണ്ടോ? അല്ല, ചില ആൾക്കാരിൽ അത്ര സീനിയേഴ്സ് ധാർഷ്ട്യമുള്ള കുറച്ച് രാഷ്ട്രീയക്കാരെ പേര് പറയാമോ? ഇല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? ഓക്കെ, ഇനി ഞാൻ ധ്യാൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കാം. എന്റെ പൊന്നമ്മച്ചി, നാട്ടുകാർ ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കണയാണ്. ഞാൻ ധ്യാന്റെ ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാല് ഗ്യാരണ്ടീഡ് ആണ്, മിനിമം ഗ്യാരണ്ടി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്, ഭയങ്കര വൈറലാവും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. നമ്മുടെ യൂട്യൂബ് സംഭവത്തിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇപ്പൊ ധ്യാൻ ചെയ്യുന്ന ക്യാരക്ടർ ഒക്കെ കുറച്ചും കൂടെ, ഐ മീൻ എന്താ പറയാ, കുറച്ചും കൂടെ സെലക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട് കാണുന്നവർക്ക്. ഞാൻ അങ്ങനെ തോന്നുന്ന ഒരാളെ പറ. എനിക്ക് തോന്നുന്നുണ്ട് രമ്യക്ക് എന്തോ പ്രശ്നമുണ്ട്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഗംഭീരമായിട്ട് പെർഫോം സൂപ്പർ. അതെന്താ ഗൗരി, അത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തു. അങ്ങനെയല്ല, അത് മാത്രമേ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അല്ല, ഞാൻ വേറൊന്നും കൂടി ചോദിച്ചോട്ടെ. വിനീതിന്റെ നോക്കിക്കഴിഞ്ഞാൽ വിനീത് ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണ്, ഒരുപാട് ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻ അതിനേക്കാളും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. കാര്യങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ട് ഭയങ്കര ഇന്റലക്ച്വൽ പ്ലേ ആണ് ധ്യാന്റെ. ആ ഒരു ഗ്രോത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ ധ്യാൻ എന്ത് തോന്നുന്നു? സത്യമാണ് അല്ലേ? ഇത് ഭയങ്കര മണ്ടൻ ചോദ്യം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം രമ്യ. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. നീയൊക്കെ ട്രൗസർ ഇടാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ അവിടെ പാൻസ് ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. മനസ്സിലായോ? നമുക്ക് ഏറ്റവും നമ്മൾ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ കേപ്പബിൾ ആവണമെന്നില്ല. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ഏറ്റവും നമ്മൾ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ കേപ്പബിൾ ആവണമെന്നില്ല. കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ.